ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില നിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിനെ ആരാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഭാഗ്യം ലഭിച്ച ദൈവങ്ങളാണ് നമ്മൾ. ഒരുപക്ഷെ പല വേദനകളുടെയും പ്രയാസത്തിൻ്റെയൊക്കെ നടുവിലും നമുക്ക് ആരാധിക്കാൻ കഴിയണം. പലപ്പോഴും നാം ദുഃഖിച്ചിരിക്കുമ്പോഴും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ കഴിയണം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകിയെങ്കിൽ ഈ ലൈവിലൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ, വളരെ ദൈവാശ്രയത്തോടുകൂടെ ചില നിമിഷങ്ങൾ നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. നമ്മായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിച്ച് ഈ പാടുന്ന ഗാനങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് പാടുകയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യാം. നല്ലവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ നന്നായി അറിയാവുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ഒരു പഴയ ഗാനത്തിൻ്റെ ഈരടികൾ പാടി ഈ ശുശ്രൂഷയെ ആരംഭിക്കാം. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മുക്തപ്പെടുത്താം. കർത്താവിനെ ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവാശ്രയത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ഒരു പഴയ ഗാനത്തിൻ്റെ ഈരടികൾ ചേർന്ന് പാടി കർത്താവിനെ മുഖത്തപ്പെടുത്താം. നമ്മായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദിവസമായി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ചെറുപാട. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ചേർന്ന് പാടിക്കാട്ട്. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ
മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ഓ താങ്ക് യു ജീസസ്. ചില നിമിഷങ്ങൾ നന്നായിരിക്കുന്ന സ്ഥാനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സമയമായി മാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. ആഴിയതിൻ ഓളങ്ങളാ വലഞ്ഞിടുമ്പോ എൻ പടകിൽ ആഴിയതിൻ ഓളങ്ങളാ വലഞ്ഞിടുമ്പോ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ. എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ. തിരുക്കരത്താൽ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തിടമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കാ ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ചെറുപടം. അവൻ നമുക്കാ ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകന ദേശമതിൽ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകന ദേശമതിൽ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. ഓ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയേണമേ.
വന്നു ഞാൻ അനുദിനം നീ പണിയണമേ. ഓ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ശബ്ദമുയർത്തി കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയണമേ എന്ന് ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് പറയാം. കർത്താവേ, എന്റെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര പേര് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തോട് ഈ സമയം പറഞ്ഞു തുടങ്ങിക്കാട്ടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ ഉപയോഗിക്കണമേ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പറഞ്ഞു തുടങ്ങിക്കാട്ടെ. ചില നിമിഷങ്ങൾ ആത്മാവിൽ ആത്മാവിൽ ആത്മാവിൽ. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. പലപ്പോഴും തകർന്നു പോകുന്ന സമയങ്ങളിൽ പോകും, പലപ്പോഴും നാം ക്ഷീണിച്ചു പോകുന്ന സമയം വരുമ്പോൾ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് സാന്ത്വനം നൽകുന്ന, നമ്മെ പണിതെടുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് ഈ സമയം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നെ പണിതെടുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവവചനം പറയുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കുശവന് ഇഷ്ടമുള്ളത് പോലെ എന്ത് ചെയ്യുന്നു? പണിയുന്നു. ഭാരപ്പെടണ്ട. എവിടെങ്കിലും പ്രയാസമോ, എവിടെങ്കിലും രോഗമോ, എന്തെങ്കിലും ദുഃഖങ്ങളോ, ജീവിതത്തിൽ തകർച്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ തകർച്ചകളെല്ലാം ജീവിതത്തിൽ ദൈവം നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. എന്നോടൊപ്പം ചേർന്ന് ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവമക്കളെ, എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളൊരു തകർച്ചയുടെ വക്കിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത്? നിങ്ങളൊരു പ്രതികൂലത്തിൻ്റെ നടുവിലാണോ ആയിരിക്കുന്നത്? എന്നാൽ ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും നമ്മെ കരം പിടിച്ച് കയറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്! ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, അനേക പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും അതെല്ലാം എന്നെ ഒന്ന് പണിതെടുക്കുവാൻ വേണ്ടിയാണ്. ഈ സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്ന ദിനമായി മാറട്ടെ. തകർന്നിരിക്കുന്ന ചില ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദിവസമാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക ഒരു ദിവസമാണ്. ഈ ദിവസം നിങ്ങൾക്ക് ദൈവം തന്നെങ്കിൽ തകർച്ചയുടെ വക്കിലാണെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. ആ ദൈവകരങ്ങളിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. താങ്ക് യു ജീസസ്. ഹോ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയണമേ എന്ന് വളരെ സമർപ്പണത്തോടുകൂടി ഈ വരികൾ പാടുമ്പോൾ ആ വലതുകരം നെറ്റോട് ചേർത്ത് പിടിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് പാടുവാൻ കഴിയുമോ? താങ്ക് യു ജീസസ്. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹീരം പോലെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഒന്ന് പറയാൻ കഴിയുമോ? എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഗീതം പോലെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശു
സർവസ്വം ചെറുപടാം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങീലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ഈ സമയം നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കും. പ്രതികൂലത്തിനോ പ്രതിസന്ധികൾക്കോ എന്റെ ആരാധനയെ തടയുവാൻ കഴിയത്തില്ല. പ്രതികൂലങ്ങൾ ഏറി വരുന്ന സമയത്തും ആരാധനയ്ക്ക് മുടക്കം വരുത്തരുത്. നാളെ ഒരു സമയം ആരാധനയ്ക്ക് വേണ്ടി ലഭിച്ചത് വരത്തില്ല. എന്നാൽ ദൈവമക്കളെ പൈതലെ, ആരാധിക്കാൻ കിട്ടുന്ന സമയം മുഴുവനും വിലപ്പെട്ടതെന്ന് കരുതി കർത്താവിനെ ആരാധിച്ചോ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്കുള്ള ഭാഗ്യം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ യേശുവിനെ അറിയാൻ കിട്ടിയ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഈ സമയം ഈ ലൈവിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതുവരെയും ഈ യേശുവിൻ്റെ സ്നേഹത്തെ അറിയാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്തോഷത്തിലേക്ക് ഞാൻ ക്ഷണിക്കുക. ഈ സന്തോഷത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. തകർന്നിരിക്കുന്ന സമയത്തും നമുക്ക് സാന്ത്വനം നൽകുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും അവിടെ നമ്മെ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് ഈ സമയം ദൈവം നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന ദിവസമാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ. ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ദിവസമാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തൊടുന്ന, ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന ദിനമായി മാറട്ടെ. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ എനിക്ക് വേറെ ആശ്രയം. നമുക്ക് ആശ്രയിക്കാനുള്ളത് ക്രിസ്തു എന്ന പാറയിലാണ്. ഹല്ലേലൂയ. നാം ഉറച്ചു നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറയിലാണ്. നടുവിൽ നമുക്ക് പറയാം, കർത്താവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു. കർത്താവേ നീ എന്നെ ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. ഈ സിയോൻ യാത്രയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നു? തളരരുത്. ഭാരവും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് പറയാം, എന്തെല്ലാം വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതല്ലേ പാട്ടുകാരൻ പാടിയത്? സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയില്ല. ഈ ലോകത്തിൽ ഭയം മാറുന്ന ദിനമായി മാറട്ടെ. അനേകർ ഇന്ന് ഭയത്തിനടിമകളാണ്. എന്തും ചെയ്യുവാൻ പ്രയാസം, വളരെ ദുഃഖങ്ങൾ, വളരെ പ്രതികൂലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭയം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആ ഭയമെല്ലാം മാറുന്ന ദിനമായി മാറട്ടെ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദിനമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ആ പഴയ ഗാനത്തിൻ്റെ ഈരടികൾ, ഈ അറിയാവുന്ന ഗാനമാണ്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പാട്ടുകാരൻ പ്രകാരം പറയുന്നു, ഒന്നിനെ കുറിച്ച് നീ ആകുല ലേശമില്ല. ഹല്ലേലൂയ. ആകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. മനുഷ്യരിൽ ആശ്രയം ഞാൻ വെക്കത്തില്ല. എൻ്റെ ക്രിസ്തുവിൽ മാത്രം ഞാൻ ആശ്രയം വെച്ചുകൊണ്ട് ഈ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഈ വരികൾ വളരെ പഴയ ഒരു ഗാനമാണ്, അനുഗ്രഹിക്കപ്പെട്ട ഗാനം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കരകളെ ഒന്ന് ചേർത്തടിച്ച് പാടാൻ കഴിയുമെങ്കിൽ, ഈ വരികളൊന്ന് ചേർന്ന് പാടാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദിനമാക്കി മാറ്റും. നമുക്ക് ഒരുമിച്ച് ഈ ഗാനത്തിൻ്റെ ഈരടികൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ഹല്ലേലൂയ. യെസ്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നവൻ എന്റെ ക്ഷേമമായി പാലിക്കുന്നു. വിശ്വാസത്തോടെ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്ക് ഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണെനിക്ക് ഭയം. ഓ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ള ചെറുപടാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൽ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ഓ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ഓ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുകാലപ്പുരയൊന്നും വിതയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുകാലപ്പുരയൊന്നും വിതയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ താമരകൾ. ഓ വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ.
എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനിന്റെ അരികിൽ വരും. ഓ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനിന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിൽ തോടെനിക്കു ദാഹം തീർത്തിടും. ഓ അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിൽ തോടെനിക്കു ദാഹം തീർത്തിടും. അവൻ എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. ഓ എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാറഭാത്തിൽ സഹിച്ചിടാനാ മരിക്കുവാൻ ഒരുക്കമായിരുന്നു. ഓ ക്ഷാമമേറ്റു സാറഭാത്തിൽ സഹിച്ചിടാനാ മരിക്കുവാൻ ഒരുക്കമായിരുന്നു. കാലത്തിലെ മാമുരസം കുറയുന്നില്ല, എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുന്നേ. കാലത്തിലെ മാമുരസം കുറയുന്നില്ലേ, എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുന്നേ. ആമേ എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. ഓ എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ താങ്ക് യു ജീസസ്. ചില നിമിഷം ആത്മാവിലായിരിക്കുന്ന സ്ഥാനത്ത്, ചില നിമിഷം കർത്താവിനെ ആരാധിച്ചാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമുക്ക് വേണ്ടി നമ്മെ പരിപാലിക്കുന്ന ഈ സമയത്തും ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമോർത്താൽ എത്ര ആരാധന അർപ്പിച്ചാലും മതി വരത്തില്ല, എത്ര സ്തുതി കരേറ്റിയാലും മതി വരത്തില്ല. ചില നിമിഷങ്ങൾ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാലേ യേശുവേ അങ്ങയുടെ സ്നേഹത്തിനായി, അപ്പാ അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലായി ദൈവത്തോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ക്ഷാമകാലത്തും ഞങ്ങളെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുകയാണ്. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയാ. സ്തുതിക്ക് യോഗ്യനെ, മഹത്വത്തിന് യോഗ്യനെ, പുകഴ്ചയ്ക്ക് യോഗ്യനെ അങ്ങ് മാത്രം. ഓ താങ്ക് യു ജീസസ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ സമയം നമ്മെ കരുതുന്ന ഒരു നല്ല കർത്താവ്, ദൈവം നമ്മെ നടത്തുന്ന ഒരു വഴികളുണ്ട്. ഇന്ന് ഈ സമയം എത്ര പേർക്ക് പറയാൻ കഴിയും? നാം ഇതുവരെയും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ഈ വഴിയിലൂടെ പോയിട്ടില്ല. പലർക്കും വ്യത്യസ്തകരമായിട്ടുള്ള വഴിയിലൂടെയാണ് പല സമയങ്ങളിൽ പോകുന്നത്. എന്നാൽ ഈ ചില മാസങ്ങളായി നമ്മളെല്ലാം ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യും, ഒരേ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്യും. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന സ്നേഹം ഓർത്താണ്. ആ കരമൊന്ന് ഉയർത്തിയൊന്ന് ഹല്ലേലൂയ പറയാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ ഫോണിലൂടെ ഇത് ദർശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ഇത് ദർശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പ്രിയ സഹോദര, ഒരു ഹല്ലേലൂയ പറയാമോ?
ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാമോ, ഒരു ഹല്ലേലൂയ പറയാമോ, ഒരു കർത്താവിന് മഹത്വം കൊടുക്കാമോ? എന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കൽവറിയിലെ സ്നേഹം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി മാറി വരും. പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ മാറി മാറി വരും. ഇന്ന് പണം ഉണ്ടായിരിക്കാം, നാളെ പണമില്ലായിരിക്കും. ഇന്ന് പണമില്ലെങ്കിൽ നാളെ ചിലപ്പോൾ പണം ഉണ്ടായേക്കാം. ചിലപ്പം ഒന്നുമില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും നമുക്ക് ഓർക്കാൻ കഴിയണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ഒരുവൻ മുറിവേറ്റത് കൊണ്ടാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം. എനിക്ക് വേണ്ടി ഒരുവൻ ചാട്ടമാറേ അടിയേറ്റത് കൊണ്ടാണ് എനിക്കിന്ന് ഈ സന്തോഷം നൽകിയത്. എനിക്ക് സന്തോഷം ലഭിച്ചത് എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. എൻ്റെ സ്വന്തം മിടുക്കുകൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. ഇന്ന് ഈ സമയം നമുക്ക് പറയാം, കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചത്, എന്നെ തിരഞ്ഞെടുപ്പാൻ വേണ്ടി നീ എന്നെ മരിച്ചത്, മുഴുവൻ കാൽവരിയിൽ ഒരു വാക്ക് പോലും മറുത്ത് പറയാതെ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പോലും മറുത്തു പറയാതെ, ആരും ഒരു സഹായമില്ലാതെ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണിമയിൽ അവൻ തകർക്കപ്പെട്ടു. പ്രിയ സഹോദര, അത് നിനക്ക് വേണ്ടി. ആ കാൽവറിയിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്. ഈ സമയം ഈ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരൻ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കാൽവറിയിൽ യേശു മരിച്ചത്. കാൽവറിയിൽ മുഴുവൻ രക്തവും മുറ്റിത്തന്നത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട്. പല സമയങ്ങളിലും ഈ സ്നേഹം വിട്ട് നാം മാറിപ്പോയിട്ടുണ്ട്. ആ സമയം നമ്മോട് കരുണ കാണിച്ച് നമ്മളെ ചേർത്ത് പിടിച്ച ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ആ കൽവറിയിലെ സ്നേഹം ഇന്ന് നമുക്ക് ഒരുമിച്ച് ഓർക്കാം. ഏത് സമയത്ത് നമുക്ക് ഓർക്കാൻ കഴിയണം കൽവറിയിലെ സ്നേഹം എനിക്ക് വേണ്ടി യേശു ചെയ്തത്. ഹല്ലേലൂയ. ഗതസമനയിലെ അതിവേദന എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ചേർന്നത് പാടാമോ? എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ല,
യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. കാൽവരിയിലെ സ്നേഹം നമുക്ക് മറന്നിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ കാൽവരിയിലെ സ്നേഹം എന്നെ തേടി വന്ന് എന്നെ യോഗ്യനാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹമോർത്താൽ ഇന്ന് ഈ സമയം നമുക്ക് മൗനമായിട്ടിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഒരുമിച്ച് ആ പാടി ഗാനം ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. നമുക്ക് ഒരുമിച്ച് ഈ ഗാനത്തിന്റെ ഇരടികൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു
ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പൂക്കാരാ പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പൂക്കാരാ പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത് കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത് നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകണ്ടൻ കുഞ്ഞിനെ ചിറകിന്നീതേ വഹിക്കും പോലെ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകണ്ടൻ കുഞ്ഞിനെ ചിറകിന്നീതേ വഹിക്കും പോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാ വൈഷമ്യമേടുകളിൽ കാരം വീഴിച്ചു എന്നെ നടത്തുന്നതാ കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തുന്നതാ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് പ്രാണപ്രിയ ചങ്കില ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പൂക്കാരാ പ്രാണപ്രിയ ചങ്കില ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പൂക്കാരാ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേത് കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേത് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി യേശുവേ
യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. 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 എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ. ഹല്ലേലൂയ. കാലമെല്ലാം കഴിയും ഇന്നു കാണാതെല്ലാം അഴിയും. ഓ കാലമെല്ലാം കഴിയും ഇന്നു കാണാതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഓ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികം ഇനിയും നാളുകൾ നമ്മുടെ ആദി തീർന്നിടുവാൻ. അധികം ഇനിയും നാളുകൾ നമ്മുടെ ആദി തീർന്നിടുവാൻ. അധികം ഇനിയും നാളുകൾ നമ്മുടെ ആദി തീർന്നിടുവാൻ. അധികം ഇനിയും നാളുകൾ നമ്മുടെ ആദി. ഹല്ലേലൂയ. ഓ ഇനിയും കാലമേറെയില്ല, ഇനിയും അധികം നാളില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യാശയോട് നമുക്ക് പറയാൻ കഴിയും, എന്റെ കാന്തൻ വരാൻ കാലമായി, എന്റെ പ്രാണനാഥൻ വരാൻ കാലമായി. ഹല്ലേലൂയ. ഈ കഷ്ടതയും ഈ വേദനയും ഒക്കെ തീരുവാൻ കാലമായി, നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ കാലമായി. ഓ രമണ ശബ്ദാനാരിഗമന ഓ രമലാന ധാരക ശബ്ദമനാന ഓ താങ്ക് യു ജീസസ്. ഉടവലഗദര ധാരക ധാരക ശബ്ദമനാന ധീമനവന ശബ്ദമനാന ധീമന ദൂരാരാമനാരാധ ശബ്ദാനാന ധീമനാന ശബ്ദാനാരാധ. ഈ ലോകത്തിലെ വേദനകൾ തീരാൻ സമയമായി. ഭൂമി പൊടമലാപ്പൊട്ടുന്നു, കിറുകിറാക്കിയിരുന്നു. ഒരു മത്തനെ പോലെ ഭൂമി ചാഞ്ചാടുന്നു, ഒരു കാവൽ മാള പോലെ ആടി ഉലയുന്നു. ഇതെല്ലാം മധ്യകാലത്തിന്റെ ലക്ഷണങ്ങളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം തകർന്നു വീണാലും എല്ലാം കത്തി നശിച്ചാലും ഒരു ദൈവവൈദ്യനെ പേടിക്കാനില്ല. കാരണം അവൻ യേശുവിനാണ്, അവൻ യേശുവിനാണ്. ആ യേശുവിൽ ഹല്ലേലൂയ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവൈദ്യന് പ്രത്യാശിക്കുവാൻ കഴിയും. എന്റെ നാഥൻ വരാൻ കാലമായി. ഈ ലോകത്തിലെ വേദനകളെല്ലാം തീരാൻ കാലമായി ദൈവമക്കളെ. ഈ ലോകത്തിലെ കഷ്ടപ്പാടെല്ലാം തീരാൻ കാലമായി. എത്ര നാളിനി നമ്മുടെ മുമ്പിലുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. അടുത്ത നിമിഷങ്ങൾ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം നിശ്ചയമായി നമുക്കറിയാം, നമ്മുടെ കാന്തൻ വരാൻ കാലമായി. നമ്മുടെ പ്രാണനാഥൻ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകൻ വരാൻ കാലമായി. പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയുമോ? അതല്ലേ പാട്ടുകാരൻ പറയുന്നത്. കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും. ചേർന്ന് പാടാം. ഓ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം, പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം, ഓ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ.
അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഒരിക്കൽ നാം പാപത്തിന്റെ കുഴിയിലായിരുന്നു. ആരും കാണാതെ പാപത്തിന്റെ കുഴിയിൽ കിടന്നു ആ വേദനകൾ സഹിച്ച് പാപത്തിലുള്ള സന്തോഷം അനുഭവിച്ച് പോകുന്ന കാലഘട്ടത്തിൽ നമ്മെ തേടി വന്നത് നമ്മുടെ യേശു. പാപത്തിന്റെ കുഴിയിൽ നിന്നും നമ്മളെ വലിച്ചു കയറ്റിയത് യേശുവാണ്. ഇന്ന് ഈ സമയം എത്ര പേർക്ക് ആ വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയാൻ കഴിയും, കർത്താവേ, എന്നെ നീ പാപത്തിന്റെ കുഴിയിൽ നിന്നും രക്ഷിച്ചു. എനിക്ക് വേണ്ടി മുഴു രക്തവും കാൽവറിയിൽ ഊറ്റിത്തന്നു. എന്നെ ഓരോ സമയവും നടത്തുന്നു. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ നടത്തുന്നു. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ ദിവസങ്ങൾ നാം ഓരോ വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും, ഓരോ നിമിഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. നിന്റെ അടുത്തേക്ക് എത്തുവാൻ എൻ്റെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് നമ്മുടെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് പറയാം, കർത്താവ്, നിന്റെ അടുത്തെത്താൻ സമയമായി. നിന്റെ അടുത്തെത്തുവാൻ സമയമായി. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇന്ന് കാണുന്ന സമ്പത്തും ഇന്ന് കാണുന്നതെല്ലാം ഇവിടെ നശിച്ചു പോകും. ഇന്നിവിടെ കാണുന്നതെല്ലാം തീർന്നു പോകും. എന്നാൽ തീരാത്തൊരു നിത്യഭവനം യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലും തകർത്ത് കളയാൻ കഴിയാത്ത, ഒരിക്കലും നശിപ്പിച്ച് കളയാൻ കഴിയാത്ത ഒരു നിത്യഭവനം യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യഭവനം ആത്മാവിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓ താങ്ക് യു ജീസസ്. ഓ താങ്ക് യു ജീസസ്. ഇന്ന് ഈ സമയം നമ്മുടെ ക്രിസ്തുവിനോടുള്ള പ്രത്യാശ വർദ്ധിക്കുന്ന ദിനമായി മാറട്ടെ. ഇന്ന് പാടിയതുപോലെ കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ പറയും. ആ പ്രാണനാഥന്റെ മുഖം, ഹല്ലേലൂയ, ആ തേജസ്സുള്ള മുഖം കണ്ടു. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ചേർന്ന് പാടാൻ കഴിയുമോ? ഞാൻ കേൾക്കും നാദനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല. ചേർന്ന് പാടാം. ഓ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാദനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല. ചേരും ഞാൻ പ്രിയരരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ
നാഥന്മാർവിൽ ചാരിടുമ്പോ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും. ഓ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിടുന്ന വിലാപങ്ങൾ നൃത്തമായി മാറുമേ. നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ, ഓ ചേരും ഞാൻ പ്രിയനരികിൽ. കാണും ഞാൻ പ്രിയൻ പൊന്മുഖം. വാഴും ഞാൻ നിത്യനാടതിൽ. നാഥന്മാർവിൽ ചാരിടുമ്പോ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗതീരെ എത്തിടുവാൻ. പരദേശിയാണേ ഭൂവതിൽ നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ. കാണും ഞാൻ പ്രിയൻ പൊന്മുഖം. വാഴും ഞാൻ നിത്യനാളിൽ. ചാരിടുമ്പോ പ്രാർത്ഥനയോടെ ഓ എന്റെ പ്രിയന്റെ പൊന്മുഖം കാണുവാൻ കാലമായി. പ്രത്യാശയോടെ എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ പ്രിയന്റെ വരവേറ്റവും ആശ്ചര്യമായിരിക്കും. ആ നിത്യഭവനത്തിൽ എത്തിച്ചേരുക പ്രത്യാശയോടുകൂടെ ഓരോ സമയം ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ ബലപ്പെടുത്തി. ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് വളരെ സമർപ്പണത്തോടെ പറയാം. ഒരു നാൾ എന്റെ പ്രിയന്റെ പൊന്മുഖം ഞാൻ കാണും. ഒരു നാൾ ഞാൻ എന്റെ പ്രിയന്റെ മുഖം കണ്ട് ആരാധിക്കും. ഇന്ന് നാം ആത്മാവിൽ ആരാധിക്കുന്നു, എന്നാൽ അന്ന് നാഥൻ മുഖം കണ്ട് ആരാധിക്കും. ആ നിത്യ സന്തോഷത്തിൽ എത്തിച്ചേരുവാൻ കഴിയാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ പൈതലെ, ആ നിത്യഭവനത്തിൽ ചെല്ലുവാൻ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങൾ, മറ്റ് വിലയൊന്നും കൊടുക്കണ്ട, ഒരു ബാങ്കിലും ഡിപ്പോസിറ്റ് കാണിക്കണ്ട, ഒരിടത്തും ഒന്നും ചെയ്യണ്ട. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കുക. ആ ക്രിസ്തുവിലൂടെയുള്ള ജീവിതം നയിക്കുന്നത് എത്ര സന്തോഷമാണ്. ഒരിക്കൽ ഞാൻ പാപത്തിന്റെ കുഴിയിലായിരുന്നു. ആരും കാണാതെ വളരെ ദുഃഖത്തോടെ നടന്ന സമയങ്ങളുണ്ട്. എന്നാൽ യേശുവിനെ തേടി വന്നു, യേശുവിനെ ഒരു മകനാക്കി തീർത്തു. അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ പാടുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്നെ യേശു രക്ഷിച്ചത് കൊണ്ടാണ്. നിങ്ങൾ തകർന്നിരിക്കുകയാണോ? നിങ്ങൾ വിഷമത്തോടെ ഇരിക്കുകയാണോ? നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുവാണോ? നിങ്ങളുടെ ഭാരം ഈ പറയുന്ന ഞാൻ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭാരം അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ തയ്യാറാണ്. ഈ നിമിഷം
വലതുകരം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാമോ? ആ വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചോന്ന് പറയാൻ കഴിയുമോ? കർത്താവ് യേശു, യേശുവേ ഞാൻ പാപിയാണ്, യേശുവേ ഞാൻ പാപി. എന്നാൽ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള എൻ്റെ യേശുവിനെ ഞാൻ ആശ്രയിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. എൻ്റെ ഹൃദയ കവാടം ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ വസിക്കണം. ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ രക്ഷകനായി നീ ഉള്ളതിനായി സ്തോത്രം. നിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുന്നു. ഇന്ന് മുതൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ഈ വരികൾ നിങ്ങൾ ചേർന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദര, ലോകത്തിൽ ഒരിടത്ത് ചെന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നില്ല. ലോകത്ത് ഒരിടത്ത് ചെന്നാൽ നിങ്ങൾക്ക് വിഷമങ്ങൾ ലോകം തരും. എന്നാൽ ലോകത്തിലെ വിഷമങ്ങളും ഈ ലോകത്തിലെ കഷ്ടതയും ഒക്കെ ഇവിടെ തീർന്നു പോകും. എന്നാൽ സന്തോഷമുള്ളൊരു ദിനമുണ്ട്. ആ ദിനം ആത്മാവിൽ കണ്ണോട് ജീവിക്കാൻ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തും. ചില നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടുവാനും ആരാധിക്കുവാനും യേശു തന്ന നന്മകൾ ഓർക്കുവാൻ, യേശുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. യേശുവിന്റെ സ്നേഹം അറിയാതെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തോട് നീ ഇടപെടുന്ന ജനമാക്കി മാറ്റണം. ഇപ്പോൾ സമർപ്പിച്ച ഈ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം നീ ഒന്ന് മോചിച്ചു തരണം, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ, വാക്കുകൊണ്ട് പറഞ്ഞ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, സമർപ്പിച്ച എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം, എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. നീ അവിടുന്ന് അനുഗ്രഹിക്കണം. അവസാനം വരെ ഈ ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നീ അവിടെ നൽകണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് രോഗത്തോടെ ക്ഷീണത്തോടെ ആയിരിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരുടെയും അവസ്ഥകൾ അറിഞ്ഞ് നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരും നീ ഇവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് സഹായകനായി ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ആ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. എല്ലാവരും നീ ഇവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.